നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലങ്കോട് പാലസിലേക്കാണ്. പേര് കേൾക്കുമ്പോൾ പാലക്കാട് കൊല്ലങ്കോടാണ് ഈ കൊട്ടാരം എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ തൃശ്ശൂരാണ് ഈ ഒരു കൊട്ടാരമുള്ളത്. കൊല്ലങ്കോട് രാജാവായിട്ടുള്ള വസുദേവ രാജ 1904 ഈ കൊട്ടാരം നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ മകൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വേനൽക്കാല വസതിയാണ് ഇത്. 1975 പുരാവസ്തു വകുപ്പ് തൃശ്ശൂരിലെ ഈ ഒരു കൊട്ടാരം ഏറ്റെടുക്കുകയും അത് ഒരു മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. പഴയ കാലത്തെ എന്തൊക്കെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം. മഹാശിലായുഗ സംസ്കാരത്തിലെ പല അവശേഷിപ്പുകളെ പറ്റിയിട്ടും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരം അവശേഷിപ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കളിമൺ പാത്രങ്ങളും നന്നങ്ങാടികളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പള്ളിവാള്, അമ്പലത്തിലെ കാൽച്ചിലമ്പ്, അരമണി, പിന്നെന്താ അടുക്കള, അടുക്കള അല്ലേ? ഓ, അടുക്കള അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനത്തുള്ള സാധനങ്ങൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നില്ലേ? പാളത്തൊപ്പി, ഈറ്റയിൽ നിർമ്മിച്ചിട്ടുള്ള മുളയുടെ ഈറ്റ അല്ലേ? വിത്തുകൊട്ട, അതുപോലെ കളിമൺ പാത്രങ്ങൾ, ചിരവ, ഇതൊക്കെ നമ്മൾ കാണാറില്ല തന്നെ. കാണാത്തവരുണ്ടാവും. പക്ഷെ കൂടുതലും സാധനങ്ങൾ ഉറി നമ്മളിപ്പോൾ കാണാറില്ല. പണ്ട് കാലത്ത് കെട്ടി തൂക്കിയത്. അതുപോലെ ഈ സാധനം കാണാറില്ല. ഈ ഒരലും ഇടിക്കണതൊക്കെ ഏതാ? മൂപ്പഞ്ചാത്തം കിട്ടണം അല്ലേ? കാള ഉണ്ടോ? കാള നമ്മളുണ്ടാക്കിയ കാള അത്ര വലുപ്പമില്ല. അതെ, മീൻ പിടിക്കണല്ലേ ഇതെല്ലാം? ഒറ്റല് ഈ സാധനം വെച്ച് കുത്തി മീൻ പിടിക്കൂലേ? മീൻ കൊട്ട നടുക്കത്ത്. അത് മീൻ പിടിച്ച് കിട്ടുന്ന കൊട്ടയാണ് ഒറ്റല് കുത്തി പിടിക്കുന്നത്. അപ്പൊ മറ്റേതോ? ആദ്യത്തേതോ? ഓ ശരി, അത് വെള്ളം വന്ന് ചാടിനടുത്ത് വെക്കണമാണോ? പഴയ കുറെ ഓട്ടുപാത്രങ്ങളും തുപ്പിക്കട. നമ്മുടേതായിട്ടുള്ള ഒരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഒരു വെസ്റ്റേൺ ഡിസൈനും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് ഈ കൊട്ടാരത്തിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സാധാ ഒരു മ്യൂസിയം എന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഇതിനൊരു മ്യൂറൽ ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നതാണ് അതിൻ്റെതായിട്ടുള്ള ശരി. ഇവിടെ നമുക്ക് ഈ വേനൽക്കാല വസതിയുടെ കഥ എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പഴയ കാലത്തെ ഒരുപാട് മ്യൂറൽ പെയിന്റ്സിന്റെ കളക്ഷൻ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. കൊല്ലങ്കോട് രാജവംശം. ഈ കൊട്ടാരം പണിഞ്ഞുള്ള ഇയാളാ വാസുദേവ രാജ അല്ലേ? ഈ ഒരു കൊട്ടാരത്തിന്റെ വലിപ്പം നമുക്ക് പുറത്തുനിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. അകത്തുള്ള റൂമുകളൊക്കെ പഴയ കാലത്തെ റൂമുകളായതുകൊണ്ടായിരിക്കും ചെറിയ ചെറിയ റൂമുകളാണ് കൂടുതലുള്ളത്. മ്യൂസിയത്തിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കും അതേപോലെ തന്നെ നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഉദ്യാനമുണ്ട്. ഈ ഇതിന്റെ മണം നോക്കിയേ. ഇതെന്ത് മര? നാഗമരം, നാഗപടം, എന്താ മേളപ്പെരുമ. ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ഓരോത്തിനും പേര്. അടുത്ത എന്താ നോക്കി? ഓട്ട് കമ്പനിയോ? ഓട്ട് കമ്പനിക്ക് മെയിനാണല്ലോ അല്ലേ തൃശ്ശൂർ? കുറേ ഓട്ട് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓരോ ചുമരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതെന്താണ്? മത്സ്യബന്ധനം. അടുത്തത് കല്യാണമാണോ? യാഗം നടക്കണേന്ന് ഈ കല്യാണം എന്ന് പറയണത്. ഹോമകുണ്ടം കണ്ടില്ലേ നടക്കില്? പുലിക്കളി അല്ലേ? ഞാൻ കണ്ടുപിടിച്ചു. ഇത് വേണമെങ്കിൽ ഉത്സവോ? എരഞ്ഞിത്തറ മേളം. തൃശ്ശൂർ പൂരം. ഇത് കർഷകര്, കൃഷി, ചന്ത, പെരുമ്പിലാവ് ചന്ത. അവിടെ പെരുമ്പിലാവ് ചന്ത.
അത് മറ്റേ കണ്ണകിയല്ലേ? അതിന് കണ്ണകീനല്ലേ ആള്? ആ അവയ്ക്ക് തെറ്റിയില്ല, ചിലപ്പതികാരം. ഞാൻ കണ്ണകിയല്ലേ എന്ന് വെച്ച് കറക്റ്റ് അല്ലേ? രാജാവിൻ്റെ എഴുന്നള്ളത് നമ്മൾ കാണാറുള്ള എഴുന്നള്ളത്ത്. ഇങ്ങനെ ചുമര് മൊത്തമല്ലേ, 4 ഭാഗത്തെയും ചുമര് ഇങ്ങനെ അടിപൊളിയാക്കിയിട്ട് ചെയ്തു. പക്ഷെ ഇത് 4:30 വരെ എന്ന് പറയുന്നതാണ് മോശമായത് അല്ലേ? വൈകിട്ടല്ലേ ആൾക്കാർ കുറച്ച് വരിക. എന്നാലും ശരി, ഒരു പാർക്ക് പോലത്തെ ഒരു ഇതൊക്കെ ആകുമ്പോഴും എല്ലാ ദിവസവും 4:30 വരെയുള്ള ടൈം ചോദിച്ചു നോക്കണം കേട്ടോ അവിടെ ആളുണ്ടെങ്കിൽ. നമുക്ക് വേണ്ടിയിട്ട് കണ്ട നമ്മൾ വരുന്നവർ പറഞ്ഞിട്ടിട്ടല്ലേ സ്വിച്ചിൻ്റെ അത് ഓഫാക്കിക്കോ ഫാനിൻ്റെ. ഫാൻ ഓഫാക്കിയില്ലേ? ഉച്ചക്ക് ഇട്ട് വെച്ചാവും. എന്താണാവോ എന്തൊക്കെയോ കല്ലില് പറ്റിയ സ്ഥലങ്ങളില്ലേ? കുറേ ബെഞ്ചും ഡെസ്കുകളുണ്ട്. കൊള്ളാം, നോടാ. പണ്ട് തല വെട്ടി കളഞ്ഞായിരിക്കുമല്ലേ? ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തല വെട്ടി കളഞ്ഞാന്നൊക്കെ പറയാൻ നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ അറിയാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കല്ലിൽ കുറേ ഡിസൈൻസും അതുപോലെ കുറേ എഴുത്തുകളൊക്കെ കാണാനുണ്ട് കേട്ടോ. പഴയ കാലത്തെ ലിപിയാണെന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.